തുടരും നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാന് ശേഷം വരാൻ പോകുന്ന സിനിമ. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കത് കാണാം. ഇതൊരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. രജപുത്ര എം രഞ്ജിത്താണ് അത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. മണിയമ്പിള്ള രാജു ഒരു ഭയങ്കര മേക്ക് ഓവർ പോലെ ഉണ്ടെന്നു. ശോഭന ലാലാണ് ഒരു ടാക്സി ഡ്രൈവർ എന്തോ സെറ്റപ്പാണ്. ആ കാറിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ. ജെയ്ക്സ് ബിജി ആണല്ലേ. കാർക്ക് അന്തർ ഡാൻസിനെ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു എനിക്ക് ആക്ച്വലി സത്യം പറയാമല്ലോ, ഞാൻ എമ്പുരാൻ സിനിമയേക്കാൾ എനിക്ക് ഇഷ്ടം ഈ ഒരു സിനിമയ്ക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ലാലേട്ടനെ അങ്ങനെ ഒരു സാധാരണക്കാരനായിട്ട് വരുന്ന സിനിമകളാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഇപ്പം രസതന്ത്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ബാലേട്ടൻ, നമ്മുടെ ദൃശ്യം പിന്നെ ഒരു ത്രില്ലർ സാധനമാണെന്ന് പറയാം. എന്നാൽ പോലും ബാക്കിയുള്ള സിനിമകൾ അങ്ങനെ ഒരു സാധാരണ ഒരാളായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുലിമുരുകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മാസ സാധനം മാറ്റി അതിനകത്തൊരു പോയിന്റ് നമുക്ക് ലാലേട്ടനെ കാണാൻ പറ്റും. ആ ഒരു സാധനമാണ് എനിക്ക് പേഴ്സണലി എപ്പോഴും ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ ഒരു 95% ഈ ട്രെയിലറിനകത്ത് ആ ഒരു വൈബാണ്. പക്ഷേ ലാസ്റ്റിലത്തെ കുറച്ച് പോർഷൻ കണ്ടപ്പോൾ എനിക്കൊരു ത്രില്ലർ സ്വഭാവം ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനൊരു കാരണം കൂടെ ഉണ്ട്. ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തരുൺ മൂർത്തി ഒരു ദൃശ്യം പോലത്തെ ഒരു പടമാണ് പുള്ളി ചെയ്യുന്നതെന്ന്. മീൻസ് അത് പറയപ്പെട്ടത് ഒരു ഫാമിലി എൻ്റർടൈനർ ആണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റിലത്തെ പോർഷൻ കാണുമ്പോൾ എനിക്ക് എവിടെയോ എന്തുകൊണ്ട്, പക്ഷേ എസ്പെഷ്യലി ഒരു ക്ലോസിൽ വെച്ചിട്ട് ലാലേട്ടൻ്റെ ഒരു ഫേസ് കാണിക്കുന്നുണ്ട്. അത് സൂപ്പറായിരുന്നു. തരുൺ മൂർത്തിയെ എനിക്ക് ഭയങ്കര പേഴ്സണലി അദ്ദേഹം ഇപ്പം സൗദി വെള്ളയ്ക്ക പോലൊരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിലും ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ഒരു സിനിമയ്ക്കകത്ത് എത്ര ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഒരൊറ്റ സിനിമയിൽ പുള്ളി ചെയ്തിരിക്കുക എന്നുള്ളതാണ്. സോ ഇതിനൊരു ത്രില്ലർ സ്വഭാവം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ രസമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു ത്രില്ലർ സാധനവും ഈ സിനിമയ്ക്കുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഡെഫിനറ്റ്ലി ഇതൊരു സത്യം പറയാം, ഞാൻ പേഴ്സണലി എമ്പുരാൻ സിനിമയ്ക്ക് ഒരു 10% ഞാൻ കാത്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 150% കാത്തിരിക്കുന്നത്. അത് സിനിമ അങ്ങനത്തെ ഒരു പോർഷനൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പോലും എനിക്ക് ലാലേട്ടനെ ഈ ഒരു രീതിയിൽ സാധാരണക്കാരനായിട്ട് കാണാനാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. സോ അതാണ് മെയിൻ കാരണം. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം.